കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷനോടനുബന്ധിച്ച് നവകേരളം സാധ്യതകളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. സെമിനാർ ജോൺ ബ്രിട്ടാസ് എംപി ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷനോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. നവകേരളം സാധ്യതകളും പ്രതിസന്ധികളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്ന സെമിനാർ ജോൺ ബ്രിട്ടാസ് എംപി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ആ ഒരു പ്രദേശങ്ങളൊക്കെ കേരളത്തിന്റെ തലത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര പതിറ്റാണ്ടുകൾ അവർക്ക് സഞ്ചരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരുപക്ഷെ പ്രവീണ പറയാൻ പോകുന്ന കാര്യമാണ് നമ്മൾ ഇൻക്ലൂസിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ജെൻഡർ ആസ്പെക്റ്റ് പോലും. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വന്നു. നമുക്ക് വലിയ സമ്പത്തൊന്നുമില്ല മലയാളി, പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന സ്ത്രീകളുള്ളത് കേരളത്തിലാണ്. അല്ലെ, ശരിയല്ലേ? ഇൻകം ടാക്സ് ആദായ നികുതി നൽകുന്ന സ്ത്രീകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അത് കേരളത്തിലാണ്. അതൊരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, പക്ഷെ അതിൽ നിന്നൊക്കെ കുറെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നു. ഇപ്പം സാമൂഹ്യ സൂചകങ്ങളുടെ കാര്യത്തിൽ മുരളീധരനോടിയൊക്കെ വേണമെങ്കിൽ പറയും, നമ്മൾ പാശ്ചാത്യ ലോകത്തിനോടൊപ്പം തന്നെ കടപിടിക്കുന്ന മേഖലയിലേക്ക് തലത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത്. ഇന്ന് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യത്തിൽ ഹയസ്റ്റ് ക്വാർട്ടയിലേക്ക് വന്നിരിക്കുന്നത് അത് വെറും 70 വർഷത്തെ കാര്യമാണ്. ഏതാണ്ട് 2 തലമുറ കൊണ്ട് സാമ്പത്തികമായി വലിയ പുരോഗതി ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് മാത്രമല്ല, നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ വലിയ പുരോഗതിയാണ് കഴിഞ്ഞ 70 വർഷത്തിനകം ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും 10 മക്കളാണ്. അതിൽ 10 മക്കളാണ് ഉണ്ടായത്. അതിൽ 2 മക്കൾ 1 വയസ്സാവുന്നതിന് മുമ്പേ മരിച്ചുപോയി. അതായത് 10ൽ 2, 20% ആയിരുന്നു. ഇന്നും ലോകത്ത് 20% ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ള 1200 ആളുകൾ, 200 കുട്ടികൾ മരിക്കുന്ന രാജ്യങ്ങൾ ഇന്നും ലോകത്തുണ്ട്. കേരളത്തിൽ ഇന്നത് 10ൽ താഴെയാണ്, 1000ൽ 10ൽ താഴെയാണ്. അതുപോലെയുള്ള വലിയൊരു വളർച്ച ശാസ്ത്രീയ രംഗത്തേക്ക് ശാസ്ത്രീയ കോളേജുകളുടെ കടന്നുവരവിന് അനുമതി കൊടുക്കുന്ന സാഹചര്യത്തിന്റെ ഭാഗമായി ആ രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യത മൂലം അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചു. അപ്പൊ ആ വിദ്യാഭ്യാസ രംഗം അവസാനിപ്പിക്കുന്ന കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ് രംഗം ഇപ്പം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചിത്രം നമുക്ക് കിട്ടും. കേരളത്തിൽ 130-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ 130 എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ വർഷം 10 കുട്ടികളെ വെച്ച് ഒരു വർഷം അധ്യയന വർഷം നടത്തിയ 30 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് എന്നുള്ളതാണ് കണക്ക്. 3 കുട്ടികൾ മാത്രമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വർഷവും തന്നുള്ളൂ. മുരളി തമ്മാരുകുടി, ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ KV രവിരാമൻ, ഡോക്ടർ പ്രവീൺ കോടോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്ത മാസം 5, 6 തീയതികളിൽ തിരുവനന്തപുരത്താണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ നടക്കുക. CDNet ന്യൂസ്, കായംകുളം.